Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechatronics. Today's topic is feedback devices. For that, first of all we must know what are the two type of control system. There are two type of control system. First one is open loop control system and second one is closed loop control system. If a system which having no feedback system, that is known as open loop control system. Conventional machine tools are of this kind, and CNC machines follows closed loop control system since there is a lot of automations coming. So continuous feedback from the machine tool is mandatory for a closed loop control system functioning. Figure shows a closed loop control system in which the machine tool positions are measured as well as velocity is measured. So we can discuss the figure. There is a machine tool which is connected with a linear scale to measure the position of machine tool, and this position feedback is given to the position comparison with command position signal. Since this error is very small, that will be amplified and gone to the velocity comparison. The velocity of machine tool is measured using servo motor and tacho generator, and this velocity feedback is given to velocity comparison and amplified and finally given to the machine control unit. This machine control unit give the target or corrected signal to the machine tool to work it properly. നമ്മളുടെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. മെഷീൻ ടൂളിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ ഒരു ലീനിയർ സ്കെയിലും വെലോസിറ്റി മെഷർ ചെയ്യാൻ ഒരു സെർവോ മോട്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ സ്കെയിലിന് കിട്ടുന്ന പൊസിഷൻ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ടാർഗറ്റ് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആംപ്ലിഫയർ ചെയ്തിട്ട് വെലോസിറ്റി ഫീഡ്ബാക്കുമായിട്ട് വീണ്ടും അനലൈസ് ചെയ്യാണ്. അത് കറക്റ്റ് ആണെങ്കിൽ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് അത് മെഷീൻ കൺട്രോൾ യൂണിറ്റിന് കൊടുക്കും. മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഫൈനൽ ആയിട്ടുള്ള അഥവാ കറക്റ്റഡ് ആയിട്ടുള്ള സിഗ്നൽ മെഷീൻ ടൂളിന് ഫോർവേഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. അതിന് വേണ്ടിയിട്ട് ഈ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള സ്പീഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അതേപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. അത്രയാണ് ഇതിൻ്റെ അത് പ്രധാനമായിട്ടുള്ളത്. ഇനി ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഡിവൈസ് നമുക്ക് സംസാരിക്കാം. രണ്ട് വിധത്തിലുള്ള ഫീഡ്ബാക്ക് ഡിവൈസ് ആണുള്ളത്. നേരത്തെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പൊസിഷൻ മെഷർ ചെയ്യാനും രണ്ടാമത്തെ വെലോസിറ്റി മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് ഡിവൈസാണ് ഉള്ളത്. അതായത് പൊസിഷൻ ഫീഡ്ബാക്ക് ഡിവൈസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അഥവാ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ട്രാൻസ്ഡ്യൂസർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോട്ടറി ട്രാൻസ്ഡ്യൂസർ. അതിനകത്ത് റോട്ടറി ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ടുള്ള റോട്ടറി എൻകോഡർ ആയാലും റിസോൾവർ ആണെങ്കിലും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സിൽ മെയിനായിട്ട് വരുന്നത് ഗ്ലാസ് സ്കെയിൽസ് വിത്ത് ലൈൻ ക്രിയേറ്റിംഗ്, ഫെറാൻഡി സിസ്റ്റം, ബൈനറി കോഡഡ് സ്കെയിൽ ആൻഡ് ഇൻഡക്റ്റോ സൈൻ, ഇത്രയും വിധത്തിലാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിത്രത്തിലൊരു മെഷീൻ സ്ലൈഡ് തന്നിട്ടുണ്ട്. മെഷീൻ സ്ലൈഡിൻ്റെ മോഷൻ ട്രാൻസ്ഫേഴ്സ് ആണ്. അതുപോലെ ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസേഴ്സ്, ഒരു ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പൊട്ടൻഷ്യോമീറ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ആണ്. അതിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണ്. കോണ്ടാക്ട് സ്ലൈഡും ഇനീഷ്യൽ പോയിൻ്റ് തമ്മിലുള്ള വെലോസിറ്റി സ്മോൾ വി ആണ്. ഈ കോണ്ടാക്ട് സ്ലൈഡ് മെഷീൻ സ്ലൈഡുമായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അഥവാ മെഷീൻ സ്ലൈഡ് ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോണ്ടാക്ട് സ്ലൈഡും ലെഫ്റ്റിലേക്ക് പോകും. മെഷീൻ സ്ലൈഡ് റൈറ്റിലേക്ക് പോകുമ്പോൾ കോണ്ടാക്ട് സ്ലൈഡും റൈറ്റിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ മെഷീൻ സ്ലൈഡ് എങ്ങനെ വേരി ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും സ്മോൾ വി എന്നുള്ള വാല്യൂ. ആ സ്മോൾ വിയും ക്യാപിറ്റൽ വിയും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മെഷീൻ സ്ലൈഡിൻ്റെ എക്സാക്ട് പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒരു ലീനിയർ ട്രാൻസ്ഡ്യൂസറിൻ്റെ
ഫങ്ഷനിങ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ലീനിയർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് വായിച്ചു നോക്കുക. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗുണം ചെയ്യും. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് എവിടെയാണ് ഒരു മെഷീൻ ടൂളിൽ നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക അഥവാ പൊസിഷൻ ഫീഡ്ബാക്കിങ്ങിന് എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മെഷീൻ ടൂളാണ് തന്നിരിക്കുന്നത്. ആ മെഷീൻ ടൂൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലീഡ് സ്ക്രൂ ഉണ്ട്. മെഷീൻ ടൂളിൻ്റെ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിക്കൽ സ്കെയിൽ ഉണ്ട്. ഈ ഒപ്റ്റിക്കൽ സ്കെയിലിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ അഥവാ മെഷീൻ ടൂളിൻ്റെ പൊസിഷൻ എന്ന് മെഷർ ചെയ്യാൻ പറ്റും. അഥവാ ഒരു പൊസിഷണൽ ഫീഡ്ബാക്ക് മെഷീൻ കൺട്രോൾ യൂണിറ്റിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കറക്റ്റ് പൊസിഷനിലല്ല നമ്മളുടെ മെഷീൻ ടൂളെങ്കിൽ അത് കറക്റ്റ് പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ കറക്റ്റ് ചെയ്ത സിഗ്നൽ നമുക്ക് സെർവോ മോട്ടറിൽ കൊടുത്തിട്ട് ലീഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് മെഷീൻ ടൂളിനെ കറക്റ്റ് ചെയ്യാനും പറ്റും. ഇതാണൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ലീഡ് സ്ക്രൂ നോക്കി അതിൻ്റെ പൊസിഷൻ അനലൈസ് ചെയ്തു, ആ പൊസിഷൻ സിഗ്നൽ നേരെ മെഷീൻ കൺട്രോൾ യൂണിറ്റ് കൊടുത്തു. അവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും സെർവോ മോട്ടർ ത്രൂ ലീഡ് സ്ക്രൂയിലേക്ക് തന്നെ കൊടുത്തു. ഇതാണ് ഒരു ലീനിയർ സ്കെയിൽ അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഫങ്ഷനിങ്. ഇനി ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഗ്ലാസ് സ്കെയിൽ വിത്ത് ലൈൻ ഗ്രേറ്റിംഗ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ളത് നമ്മളെ ഗ്ലാസ് സ്കെയിലും അതുപോലെ ഇൻഡെക്സിങ് ഗ്രേറ്റിംഗ് സ്കെയിലുമാണ്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ലൈറ്റ് സോഴ്സ് നിർബന്ധമായിട്ടും വേണം. കാരണം ആ ലൈറ്റ് സോഴ്സിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് എത്ര അകലത്തിലാണ് മെഷീൻ സ്ലൈഡിൻ്റെ പൊസിഷൻ ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ ലൈറ്റ് സോഴ്സ് പൊതുവെ ഇൻഫ്രാറെഡ് LED ആണ് യൂസ് ചെയ്യുക. ഇൻഫ്രാറെഡ് LED നമ്മൾ പൊതുവെ മൂവിങ് കമ്പോണൻ്റെ മുകളിലും ഗ്ലാസ് സ്കെയിൽ ഒരു ഫിക്സഡ് അഥവാ സ്റ്റേഷനറി പ്ലെയിനിൻ്റെ മുകളിലാണ് വെക്കുക. മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ലൈറ്റ് സോഴ്സിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വരും. അതിനനുസരിച്ച് ലെൻസ് ത്രൂ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സിഗ്നലിൻ്റെ ഇൻഡെക്സിങ് വ്യത്യാസം ഉണ്ടാവും. ആ റിഫ്രാക്റ്ററി ഇൻഡെക്സിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് നമുക്ക് മെഷീൻ സ്ലൈഡിൻ്റെ പൊസിഷൻ അനലൈസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അതിൻ്റെ നല്ലൊരു നോട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും വായിച്ച് നോക്കുക. എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ റിലേറ്റീവ് മോഷൻ കോസ് ദ ലൈറ്റ് ടു പാസ് ത്രൂ ദ ഓപ്പണിംഗ് വിച്ച് ആർ സെൻസ്ഡ് ബൈ ഫോട്ടോ സെൽസ്. നമ്മൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൻ്റെ അകത്ത് ഫോട്ടോ ഡയോഡ് സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മെഷീൻ സ്ലൈഡിൻ്റെ പൊസിഷൻ അനലൈസ് ചെയ്യുന്നത്. അടുത്ത ഒരു മെത്തേഡാണ് ഫെറാൻഡി സിസ്റ്റം. ഫെറാൻഡി സിസ്റ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ലീനിയർ അഥവാ ഗ്രേറ്റിംഗ് ഗ്ലാസ് സ്കെയിൽ വിത്ത് ലൈൻ ഗ്രേറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫെറാൻഡി സിസ്റ്റം. ഫെറാൻഡി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്. പക്ഷേ ഒപ്റ്റിക്കൽ ഗ്രേറ്റിംഗ്സിൻ്റെ മുകളിൽ 2 ഗ്രേറ്റിംഗ് ഓവർലാപ്പ് ഈച്ച് അതർ. നേരത്തേലാണെങ്കിൽ ഒരു ഗ്രേറ്റിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്ത് 2 ഗ്രേറ്റിംഗ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടൈപ്പ് മാത്രമുള്ള ഒരു ലീനിയർ സ്കെയിൽ ഗ്രേറ്റിംഗ് ഉണ്ടാവും. അതേപോലെ സ്കാനിങ് യൂണിറ്റിൻ്റെ ഗ്രേറ്റിംഗ് ഉണ്ടാവും. ഇത് തമ്മിൽ ഒരു ഓവർലാപ്പിംഗ് വരും. ഈ ഓവർലാപ്പിംഗ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ മനസ്സിലാക്കാം. അതിനാണ് ഫെറാൻഡി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാനിങ് സിസ്റ്റം മൂവിങ് എലമെൻറ്റിൻ്റെ മുകളിലും ലീനിയർ സ്കെയിൽ ഗ്രേറ്റിംഗ് ഫിക്സഡ് കമ്പോണൻറ്റിൻ്റെ മുകളിലുമാണ് പൊതുവെ വെക്കുക. അത് തമ്മിൽ ഓവർലാപ്പിംഗ് വരുന്നത് കമ്പയർ ചെയ്തിട്ടാണ്. അഥവാ മോർ ഫ്രിങ്സ് എന്ന പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അനുസരിച്ചിട്ടാണ് എങ്ങനെയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത് നോക്കിയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കുന്നത്. അതാണ് ഫെറാൻഡി സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്കി 2 മെത്തേഡും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.